ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് മീഡിയം പഴുപ്പോട് കൂടിയിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ പഴംപൊരിയിൽ വല്ലാതെ എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം പഴുപ്പോട് കൂടിയിട്ടുള്ള പഴം എടുക്കുകയാണ് നല്ലത്. ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുഴുവനായിട്ട് നീളത്തിലോ അല്ലെങ്കിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നും മൂന്ന് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. കപ്പിലോ ഗ്ലാസ്സിലോ ഏതിൽ വേണമെങ്കിലും അളന്നെടുക്കാം. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് 4 പഴം വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചേർക്കാം. നാളികേരം ചേർക്കുമ്പോൾ അത് കഴിക്കാൻ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പഴംപൊരിയുടെ പുറം ഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിന് ശേഷം ഈ പഴംപൊരി ഫ്രൈ ചെയ്യുമ്പോൾ ആ പുറം ഭാഗമൊക്കെ നന്നായി പൊങ്ങി നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ആദ്യം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം അത് ചേർക്കാം. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, പെട്ടെന്ന് തന്നെ പഴംപൊരി ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതുപോലെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ പപ്പടം ചേർക്കുന്നത്. പപ്പടം ചേർത്തിട്ടുള്ള വേറൊരു പഴംപൊരിയുടെ റെസിപ്പി നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്. കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ള റെസിപ്പിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. ഈ ഒരു അളവിന് ഒരേ ഒരു പപ്പടം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ പപ്പടം ചേർത്തു എന്ന് വിചാരിച്ചിട്ട് പഴംപൊരിയുടെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. മാവിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പപ്പടത്തിൻ്റെ ഉപ്പ് കൂടി കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ പഴംപൊരിയുടെ മാവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് അങ്ങോട്ട് തിക്കാവാനും പാടില്ല. ആ രീതിയിൽ അടിച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മാവിൽ നമുക്കിനി വേണമെങ്കിൽ ഏലക്കപ്പൊടി അല്ലെങ്കിൽ ജീരകപ്പൊടി, എള്ള് അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർക്കണില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഴത്തിൻ്റെ ഓരോരോ കഷ്ണങ്ങളും മാവിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് എണ്ണ കുടിക്കും. ഒരു സൈഡ് ഏകദേശം ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. അതിന് ശേഷം ബാക്കി വരുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഗോതമ്പ് പൊടിയും പിന്നെ നമ്മൾ ആ നാളികേരം ഒക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്യുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്